മാതർമേ മധുകൈഡഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തിൽ ആ നിസുംഭൻ്റെയും വധം കഴിഞ്ഞു. അതിനുശേഷം സുംഭനും ദേവിയും തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധമാണ് ഇനി വർണ്ണിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിസുംഭൻ ദേവിയെ ആകാശത്തിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ആ ആകാശത്തിൽ നിന്നുകൊണ്ട് ദേവിയും സുംഭനും തമ്മിൽ അതിഘോരമായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് പറയണത്. നിയുദ്ധം ഖേ തദാ ദൈത്യശ്ചണ്ഡികാ ച പരസ്പരം ചക്രതു പരമക്രുദ്ധാവതിവിസ്മയകാരകം. ഖേ ആകാശത്തിൽ, തഥാ അപ്പോൾ, ദൈത്യ ചണ്ഡികാച ദൈത്യനും ചണ്ഡികയും തമ്മിൽ, ദേവിയും ദൈത്യനും തമ്മിൽ പരസ്പരം അന്യോന്യം നിയുദ്ധം ചക്രതുഹു യുദ്ധത്തെ ചെയ്തു. രണ്ടുപേരും ആകാശത്തിൽ നിന്ന് യുദ്ധം ചെയ്തു എന്നാണ്. പരമക്രുദ്ധൗ അത്യന്തം ക്രുദ്ധരായിട്ട്, രണ്ടുപേർക്കും നല്ലോണം ക്രോധമുണ്ട്. അങ്ങനെ പരമക്രുദ്ധരായിട്ട് അവർ രണ്ടുപേരും ആകാശത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അതിവിസ്മയകാരകം അത്യധികം വിസ്മയം ഉണ്ടാക്കുന്ന വിധത്തിൽ അവർ രണ്ടുപേരും യുദ്ധം ചെയ്തു എന്നാണ്. തതോ നിയുദ്ധം സുചിരം കൃത്വാ തേന അംബിക സഹ ഉൽപ്പത്യ ഭ്രാമയാമാസ ചിക്ഷേപധരണീതലേ. തതഃ അനന്തരം തേന സഹ അവനോടുകൂടി, ആ ദൈത്യനോടുകൂടി, അംബിക സുചിരം നിയുദ്ധം കൃത്വാ വളരെ നേരം യുദ്ധം ചെയ്തു. അംബിക ആ ആകാശത്തിൽ നിന്നുകൊണ്ട് ഈ ദൈത്യനുമായി വളരെ നേരം യുദ്ധം ചെയ്തു. സുചിരം യുദ്ധം കൃത്വാ സുചിരം വളരെ നേരം യുദ്ധം ചെയ്തിട്ട് ഭ്രാമയാമാസ ഉൽപ്പത്യ മുകളിലേക്ക് ചാടി, ഭ്രാമയാമാസ അയാളെ ഒന്ന് കറക്കി, ആ ദൈത്യനെ ഭ്രാമയാമാസ ഇട്ട് കറക്കി എന്നാണ്. എന്നിട്ട് കറക്കിയിട്ട് ചിക്ഷേപധരണീതലേ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ദൈത്യനെ ആകാശത്തിലൊന്ന് കറക്കിയിട്ട് ഭൂമിയിലേക്ക് ചിക്ഷേപ എറിഞ്ഞു എന്നാണ്. ധരണീതലേ ചിക്ഷേപ ഭൂമിയിലേക്ക് എറിഞ്ഞു. സ ക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യഥാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനൈച്ഛയാ. ചോട്ടിലേക്ക് വീണിട്ട് അപ്പോഴും മരിച്ചൊന്നുമില്ല ആ ദൈത്യൻ. സ ക്ഷിപ്ത ധരണീം പ്രാപ്യ എറിഞ്ഞപ്പോൾ, ദേവി എറിഞ്ഞപ്പോൾ ഭൂമിയിൽ വീണു. ധരണീം പ്രാപ്യ ഭൂമിയെ പ്രാപിച്ചപ്പോൾ എന്തുണ്ടായി എന്നാണെങ്കിൽ മുഷ്ടിമുദ്യമ്യ വേഗവാൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട്, മുഷ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേഗവാൻ അതിവേഗത്തിൽ, വേഗവാൻ അഭ്യഥാവത പിന്നാലെ ഓടിച്ചെന്നു എന്നുള്ളതാണ്, നേരിട്ട് ചെന്നു. അഭ്യഥാവത ദുഷ്ടാത്മാവായിട്ടുള്ള ആ ദൈത്യൻ വീണ്ടും മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ദേവിയെ കൊല്ലുവാൻ വേണ്ടി ചണ്ഡികാനിധനേച്ഛയാ ചണ്ഡികയെ വധിക്കുന്നതിനുള്ള ഇച്ഛ കൊണ്ട്, നിധനം വധം, ചണ്ഡികയുടെ വധം അതുള്ള ആവുന്ന ഇച്ഛയോടുകൂടി, ആഗ്രഹത്തോടുകൂടി ചണ്ഡികയെ വധിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വേഗവാൻ വളരെ വേഗത്തിൽ അഭ്യഥാവത ദേവിയുടെ മുന്നിലേക്ക് പാഞ്ഞു ചെന്നു എന്നാണ്. തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി. ആയാന്തം തം തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ആ അസുരനെ, ആയാന്തം വരുന്നതായ അസുരനെ, തം തതഃ ദേവി അനന്തരം ദേവി സർവദൈത്യജനേശ്വരം എല്ലാ ജനങ്ങളുടെയും ഈശ്വരനായ രാജാവായിട്ടുള്ള നായകനായ എല്ലാ ദൈത്യന്മാരുടെയും നേതാവായ ആ ദൈത്യനെ, സുംഭനെ ജഗത്യാം പാതയാമാസ ഭൂമിയിൽ വീഴ്ത്തി. വീണ്ടും തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ദൈത്യനെ ഭൂമിയിൽ വീഴ്ത്തി. എങ്ങനെയാണ്? ഭിത്വാ ശൂലേന വക്ഷസി, ശൂലേന തൻ്റെ ശൂലം കൊണ്ട്, വക്ഷസി ഭിത്വാ വക്ഷസിൽ ഭേദിച്ചിട്ട് കീറിയിട്ട്, കീറിയിട്ട് തൻ്റെ ശൂലം കൊണ്ട് ദൈത്യൻ്റെ മാറ് കീറി ഭൂമിയിൽ
വീഴ്ത്തി എന്നാണ്. ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി സ ഗതാസു പപാദൗർവ്യം ദേവീ ശൂലാഗ്രവീക്ഷത ചാലയൻ സകലം പൃഥ്വീം സാപ്തി ദ്വീപം സപർവതം സ ഗതാസുഹു സഹ പ്രാണൻ പോയതായ ആ ദൈത്യൻ, അതായത് ശൂലം കൊണ്ട് മാറത്ത് കീറിയപ്പോൾ പ്രാണൻ പോയി. അങ്ങനെ പ്രാണൻ പോയതായ ആ ദൈത്യൻ പപാത ഉർവ്യാം പപാത ഭൂമിയിൽ നിപതിച്ചു. ദേവീ ശൂലാഗ്രവിക്ഷത ദേവിയുടെ ശൂലത്തിൻ്റെ അഗ്രഭാഗം കൊണ്ട് മുറിക്കപ്പെട്ടവനായി, കീറപ്പെട്ടവനായി, ക്ഷതം സംഭവിച്ചവനായി, ദേവിയുടെ ശൂലാഗ്രം കൊണ്ട് വിക്ഷതനായി, ക്ഷതം വന്നവനായി ഭൂമിയിലേക്ക് വീണു. എങ്ങനെയാണ്? ചാലയൻ സകലാം പൃഥ്വിയെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട്, ആ വീഴ്ചയുടെ ശക്തി കൊണ്ട് ഭൂമി ഒന്ന് കുലുങ്ങി എന്നാണ്. ഭൂമി മുഴുവൻ കുലുക്കിക്കൊണ്ട്, ചാലയൻ ചലിപ്പിച്ചുകൊണ്ട്, ഇളക്കിക്കൊണ്ട്, സകലാം പൃഥ്വിയെ മുഴുവൻ, ഭൂമിയെ മുഴുവനും ചലിപ്പിച്ചുകൊണ്ട്, സാബ്ധിദ്വീപം ഭൂമി മുഴുവനല്ല, അബ്ധികളോടും ദ്വീപങ്ങളോടും ഒക്കെ കൂടി എല്ലാ ദ്വീപുകളും ഇളകി മറിഞ്ഞു, എല്ലാ സമുദ്രങ്ങളും ഇളകി മറിഞ്ഞു എന്നാണ്. അത് അത്ര ശക്തമായിരുന്നു ആ ദൈത്യൻ്റെ വീഴ്ച എന്നുള്ളതാണ്. സാബ്ധിദ്വീപം സപർവതം പർവ്വതങ്ങളോടും കൂടിയതായിട്ടുള്ള ഭൂമിയെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിപതിച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ.